ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെൻസുറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ജിയോമെട്രി. ജിയോമെട്രി എന്ന് പറയുമ്പോൾ ജാമിതീയ രൂപങ്ങളാണ്. അതിൽ ക്യൂബ്, ക്യൂബോയിഡ്, ഒക്കെ സ്ഫിയർ, സിലിണ്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിന്റെ ഇക്വേഷൻസ് കാണാൻ പഠിക്കണം. നിങ്ങൾക്ക് അതിൽ എന്ത് ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ലെവലാവണം. അതിന് സ്റ്റാർട്ടിങ്ങിൽ റെക്റ്റാങ്കിൾ ഉണ്ട്, പിന്നെയോ റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഇതൊക്കെ നമ്മൾ പഠിക്കും വേണം. ട്രയാങ്കിൾ, അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ്, സർക്കിൾ, അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ബേസിക് ഒക്കെ അറിയണം. ഇതുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറിയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ടോപ്പിക്ക് വരുന്നതെന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ആ ടോപ്പിക്ക് വരുന്നത് ഇതിങ്ങനെയാണ്. എന്തൊക്കെയായാലുണ്ട് നോക്കുക. ജസ്റ്റ് ഫസ്റ്റ് വൺ ക്യൂബ് ഉണ്ട്, ക്യൂബോയിഡ്. ക്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ വോളിയം, അതിന്റെ സർഫേസ് ഏരിയ അതൊക്കെ പറയണം. ക്യൂബോയിഡ് പറയണം, സിലിണ്ടർ ഉണ്ട്, ദെൻ കോണ്, ദെൻ സ്ഫിയറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും, ഹെമിസ്ഫിയറിനെ കുറിച്ച് സംസാരിക്കും, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, റെഗുലർ റെക്ടാങ്കിൾ, പിന്നെ അതിന്റെ പുറമെ നമ്മൾ മറ്റേ റെക്ടാങ്കിൾ, സ്ക്വയർ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിന് സമയം ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോസ് ചെയ്തിട്ട് കാണുക. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം ഒരു ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റെക്ടാങ്കിളിനെ കുറിച്ച് പറയാം. എന്താണ് റെക്ടാങ്കിൾ എന്നുള്ളത്? റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ചതുരമാണ്. മലയാളത്തിൽ ചതുരം എന്ന് പറയും. ചതുരം എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ബി ആണെങ്കിൽ മറ്റേ സൈഡ് എന്താണ്? ലെങ്ത് ആണ്. ഒന്ന് ലെങ്ത്, ഒന്ന് ബ്രെഡ്ത്ത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ലെങ്ത്തിനെ ബ്രെഡ്ത്ത് കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും. നീളം ഇൻറ്റു വീതിയാണ്. ദെൻ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ രണ്ട് ലെങ്ത് ഉണ്ടാവും, ഇവിടെ രണ്ട് ബി ഉണ്ടാവും, രണ്ട് ബ്രെഡ്ത്തും ഉണ്ടാവും, രണ്ട് വീതി ഉണ്ടാവും, രണ്ട് നീളവും ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഈ നാല് സൈഡും കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കാര്യം. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ആദ്യം ഇതിന്റെ ഇക്വേഷൻസിലൂടെ ഒന്ന് കയറി പോവാം. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതിൽ സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം റെക്റ്റാങ്കിൾ പോലെ തന്നെ, പക്ഷെ എന്താണ്? നീളവും വീതിയും ഒക്കെ എന്താണ്? ഈക്വൽ ആണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് വരയ്ക്കുക കേട്ടോ. 4 സൈഡും ഈക്വൽ ആക്കി വരയ്ക്കുക. നമുക്ക് ടെക്നോളജിക്ക് പ്രശ്നങ്ങളുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. 4 സൈഡും ഈക്വൽ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് നീളവും ഇൻറ്റു വീതിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നീളം എ ആണ്, വീതിയും എ തന്നെയാണ്. അപ്പൊ നമുക്ക് ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതാം. ഇനിയുള്ള ഇവിടെ പഠിക്കേണ്ട കാര്യം, പി എന്ന് പറയുന്ന പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്ന ഈ 4 സൈഡും കൂട്ടുന്നതല്ലേ? എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ എന്താണ്? 4a ആണ് അതിന്റെ ഇക്വേഷൻ, 4a. ഇനി നമ്മൾ പഠിക്കേണ്ടത് അടുത്തതെന്ന് പറയുന്നത് ഇതിന്റെ ഡയഗണലിന്റെ ലെങ്ത് ആണ്. ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഈക്വൽ ടു എന്ത് വരും? √2a. ഇത് കാണാൻ പഠിച്ചേക്കണേ. 3 ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിച്ചേക്കണം. √2a ആണ്, അത് കാണാൻ പഠിച്ചേക്കണം. ഇനി ശ്രദ്ധിക്കുക, ഇനിയിപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ കണ്ടത്? നീളം ഇൻറ്റു വീതിയാണ്. ഇവിടെ വശത്തിന്റെ ലെങ്ത് തന്നില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഡി തന്നു എന്ന് വിചാരിക്കുക. ഡി ആണ് തന്നിരിക്കുന്നത്. ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിന്റെ ഡി തന്നു. ഏരിയ കാണാൻ ചോദിച്ചാൽ, വെരി ഇമ്പോർട്ടൻറ്റ്, തന്നിരിക്കുന്ന ഒരു സ്ക്വയറിന്റെ ഡി തന്നു, ഏരിയ കാണാൻ ചോദിച്ചാൽ അതിന്റെ ഇക്വേഷൻ ആണ് d²/2. മനസ്സിലാവുണ്ടോ? d²/2.
ഇനി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോ റെക്ടാങ്കിളുമായിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ട, കാരണം നിങ്ങൾ ബേസിക് ഒക്കെ അറിയാമെന്നുള്ള കാര്യം എനിക്കറിയാം. സ്ക്വയറുമായി, ക്യൂബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ക്വയറുമായി ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഉദാഹരണത്തിന് ഒരു 10 സെന്റിമീറ്റർ വശമുള്ള ക്വസ്റ്റ്യൻ എഴുതണേ. 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയറിന്റെ എന്തൊക്കെ കാണണം? ഏരിയ കാണണം, പെരിമീറ്റർ കാണണം, അതുപോലെ തന്നെ ഡയഗണലിന്റെ ലെങ്ത്തും കാണണം. എന്തൊക്കെ കാണണം? 10 സെന്റിമീറ്റർ വശമുള്ള, ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയ കാണണം, പെരിമീറ്റർ കാണണം, അതിന്റെ ലെങ്ത് ഓഫ് ഡയഗണലും കാണണം. ഇത് മൂന്നും ഒന്ന് കണ്ടേ, വളരെ ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ ഏരിയ ഈക്വൽ ടു എങ്ങനെ ചെയ്യാം? ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 10 × 10 എത്രയാ? 100. ഏരിയ ആയി. ഈ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 4 × a ആണ്. അപ്പൊ 4a, 4 × 10 എത്രയാ? 40. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡയഗണലിന്റെ ലെങ്ത് ആണ്. ഓക്കെ ആണോ? ഇപ്പൊ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഡയഗണൽ ചോദിച്ചാൽ √2a ആണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് a എന്ന് പറയുന്ന വാല്യൂ 10 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻസർ എന്ത് വരും? അപ്പോ 10√2 സെന്റിമീറ്റർ. ഓക്കെ, ഇത് മൂന്നും കണ്ടില്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. ഒരു റെക്ടാങ്കിൾ വേണ്ട, ഇനി ക്യൂബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേണ്ട, ഡി തരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഡി തരുന്ന ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാല് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിക്കണം. അപ്പൊ നമുക്ക് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആദ്യം പഠിക്കണം. √50 സെന്റിമീറ്റർ വികരണത്തിന് നീളമുള്ള ഒരു സമചതുരത്തിന്റെ ഏരിയ എത്രയാണ്? അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോ ഡയഗണലിന്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ഇത് വെച്ച് എങ്ങനെയാണ് ഏരിയ കാണുക എന്നുള്ളത് നമുക്ക് മറ്റേ ഇക്വേഷൻ അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ കൊടുക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, √50 സെന്റിമീറ്റർ ആണ് ഡയഗണലിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഡയഗണൽ എന്ന് പറയുന്നത്? √50 സെന്റിമീറ്റർ ആണ്. ഇനി ആ സമയത്ത് ഏരിയ എങ്ങനെ കാണും? ഏരിയ ഈക്വൽ ടു d²/2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ കുറച്ചൊന്ന് പറഞ്ഞു. അപ്പൊ d² എന്ന് പറയുമ്പോൾ √50²/2 is equal to √50 സ്ക്വയർ എത്രയാ? √50² 50 വരും അല്ലേ? സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോകും. then 50/2, then answer is 25 സെന്റിമീറ്റർ. ഏരിയ അല്ലേ, സെന്റിമീറ്റർ സ്ക്വയർ വരും. ഓക്കെ ആണോ? ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുകൊണ്ടനുബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇതിന്റെ 3D ആയി വരുന്ന ക്യൂബ്. ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സമചതുര കട്ടയാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ വരക്കാം? ലോകത്തെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കളിപ്പാട്ടമായ ഒരു ക്യൂബാന്ന് പറയപ്പെടുന്നു. അതിന്റെ പേരാണ് റുബിക് ക്യൂബ്. എനിക്ക് കുറെ പേർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് തോന്നുന്നു അല്ലേ? ആരാ കണ്ടുപിടിച്ചേ? ഹെൻറി റുബിക് എന്ന് പറയുന്ന ആളാണ്, ഹെൻറി റുബിക്. ഇനി ഇതാണ് എന്ത്? ഒരു സമചതുര കട്ട എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, നിങ്ങൾ നല്ല വരക്കാരാണെങ്കിൽ നല്ല വൃത്തിയിൽ വരയ്ക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫെനറാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഇങ്ങനെ വരച്ചത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ഒരു വശം എ ആണെങ്കിൽ നീളവും വീതിയും ഹൈറ്റും എന്താണ്? എ തന്നെയായിരിക്കും. ഓക്കെ ആണോ? ഇനി സമചതുര കട്ടയാവുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റും. വോളിയം ഉണ്ടാവും, വോളിയം. ഓക്കെ, സ്ക്വയറിനും റെക്ടാങ്കിളും ഒന്നും ഉണ്ടാവില്ല, വോളിയം ഉണ്ടാവില്ല. അത് 2D ആണ്. ഇതെന്താണ്? 3D ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, 3D ആകുമ്പോൾ അതിന് വോളിയം ഉണ്ടാവും. വോളിയം എന്ന് പറയുന്നത് എന്താണ്? നീളത്തെ വീതിയെ ഹൈറ്റിനെ ഗുണിക്കുന്നതാണ്. നീളത്തെ വീതിനെ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുന്നതാണ്. സോ അത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? a × a × a എന്ന് എഴുതാം. ആൻസർ എന്ത് വരും? വോളിയം ഈക്വൽ ടു a³ എന്ന് വരും.
വോളിയം ഈക്വൽ ടു എ ക്യൂബ് എന്ന് പറയും. ഇനി ഇതിന്റെ ഏരിയ കാണണം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയി. വോളിയം ഈക്വൽ ടു എ ക്യൂബ് എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇതിന്റെ സർഫേസ് ഏരിയ കാണണം. സർഫേസ് ഏരിയ, ടോട്ടൽ സർഫേസ് ഏരിയ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ മാത്രം എടുക്കുക. ഏതെങ്കിലും ഒരു വ്യൂ, ഫസ്റ്റത്തെ ഒരു വ്യൂ എടുക്കുക. അതിന്റെ ഏരിയ എന്താ നോക്കുക. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇക്വേഷൻ. ഇതിന്റെയും ഒരു വശം എ ആയിരിക്കും, ഇതിന്റെ ഒരു വശം എ ആയിരിക്കും, ഇതിന്റെ ഒരു വശം എ ആയിരിക്കും, ഇതിന്റെ വശം എ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്താണ്? ഇപ്പോ ഒരു സ്ക്വയർ ആണ്. ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ഇൻറ്റു എ എത്ര വരും? എ സ്ക്വയർ ആണ്. ഇത് ഒരു വശത്തിന്റെയാണ്. സർഫേസ് ഏരിയ എന്ന് പറയുമ്പോൾ 6 വശത്തിന്റെ കൂടി കൂട്ടണം. അപ്പൊ നിങ്ങൾ ഈ സമരഘട്ട പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, 6 സൈഡ് ഉണ്ട്. 6 സൈഡ് ഉണ്ട്. സമരഘട്ടക്ക് 6 സൈഡ് ഉണ്ട്. പിന്നെയോ 8 കോർണർ ഉണ്ട്. 8 കോർണർ ഇങ്ങനത്തെ 1 2 3 4 5 6 7 8 8 കോർണർ ഉണ്ട്. 12 എഡ്ജ് ഉണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ആവശ്യം വരും. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമ്മൾ IQ ലെവൽ കൂട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. ഓക്കെ, 12 എഡ്ജ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ശ്രദ്ധിക്കുക, സർഫേസ് ഏരിയ കാണുമ്പോൾ നമുക്ക് ഒന്നിന്റെ ഏരിയ കിട്ടിയിട്ടുണ്ട്, ഒരു സൈഡിന്റെ ഏരിയ കിട്ടിയിട്ടുണ്ട്, എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 6 സൈഡാണുള്ളത്. സർഫേസ് ഏരിയ എന്തായി മാറും? 6 a സ്ക്വയർ ആയി മാറും. ഓക്കെ ആണ്. അപ്പോൾ 6 a സ്ക്വയർ ആയി മാറും. ഇനി ഇപ്പൊ നമ്മൾ റെക്ടാംഗിൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു, സ്ക്വയർ ഡിസ്കസ് ചെയ്തു, ക്യൂബിലേക്ക് എത്തി. ഇനി ക്യൂബുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 864 സെന്റിമീറ്റർ സ്ക്വയർ, 864 സെന്റിമീറ്റർ സ്ക്വയർ, 864 സെന്റിമീറ്റർ സ്ക്വയർ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ എക്സാമിന്. വിസ്തീർണമുള്ള ഒരു ക്യൂബിന്റെ സമരക്കട്ടയുടെ എന്നൊക്കെ പറയാം, നാവൾക്കൊന്ന് വിചാരിച്ചിട്ടാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഒരു ക്യൂബിന്റെ വികരണത്തിന്റെ നീളം എത്രയാണ്? വികരണത്തിന്റെ ലെങ്ത് എത്രയാണ്? ശ്രദ്ധിക്കുക, യു മസ്റ്റ് ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ. ഓക്കെ, യു ഹാവ് ടു ബി ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ. പക്ഷെ ഡയഗണൽ തരാൻ വേണ്ടി, ഡയഗണൽ കാണാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തില്ല, വേറെ വാല്യൂ ഒന്നുമില്ല. പക്ഷെ എന്തുണ്ട്? യു ഹാവ് ഏരിയ. ഏരിയ ഈക്വൽ ടു 864 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് എ ക്യൂബ്. ഇറ്റ്സ് എ ക്യൂബ്. സോ what is the equation for the surface area of the cube? Surface area of the cube in equation എന്താ? Surface area of the cube equal to 6a square ആണ്. അത് എത്രയാന്ന് ഇവിടെ പറയുന്നുണ്ട്? 864 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് a സ്ക്വയർ കണ്ടൂടെ? ഇതിൽ നിന്ന് a സ്ക്വയർ കണ്ടൂടെ? ഈ വാല്യൂയിൽ നിന്ന് a സ്ക്വയർ കണ്ടൂടെ? a സ്ക്വയർ ഈക്വൽ ടു എത്രയായിരിക്കും? 864/6 എന്ന് വരും. സോ 144. ഓക്കെ, അങ്ങനെയാണെങ്കിൽ a എത്ര വരും? √44ന്റെ സ്ക്വയർ റൂട്ട് 12 എന്ന് വരും. ഓക്കെ ആണോ? ഡി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വശത്തിന്റെ ലെങ്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടി. ഇനി വേണ്ടത് ഡിന്റെ ലെങ്ത് എത്രയാണ്? ഡിന്റെ ലെങ്ത് കാണാൻ, അല്ലെങ്കിൽ ഡയഗണലിന്റെ ലെങ്ത് എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, √2a ആണ്. അപ്പൊ നമുക്ക് അതിന് ആൻസർ എന്ന് വരും √2. എക്ക് പകരം എന്ത് എഴുതിയാൽ മതി? 12 എഴുതിയാൽ മതി. 12 √2 അല്ലെങ്കിൽ √2 12. ഇതാണ് എന്ത്? ലെങ്ത് ഓഫ് ദി ഡയഗണൽ. ക്ലിയർ ആണോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? അടുത്ത രൂപത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദി വോളിയം ആൻഡ് സർഫേസ് ഏരിയ ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ. Then find side of cube. Then find length of the side of the cube.
ആ ക്യൂബിന്റെ ഒരു വശത്തിന്റെ ലെങ്ത് എത്രയാണ് കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കുക, ദി വോളിയം ആൻഡ് സർഫേസ് ഏരിയ ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ, ദെൻ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ക്യൂബ്. അല്ലെങ്കിൽ അതിനൊരു വശത്തിന്റെ ലെങ്ത് എത്ര വരും, ആ ക്യൂബിന്റെ അല്ലെങ്കിൽ സമചതുരക്കട്ടയുടെ വശത്തിന്റെ ലെങ്ത് എത്ര വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? പോസ് ചെയ്യാം, വീഡിയോ പോസ് ചെയ്യാം, നിങ്ങൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ ആൻസർ ഇപ്പൊ തന്നെ പറയും, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ. ശ്രദ്ധിക്കുക, വോളിയം ഓഫ് സർഫേസ് ഏരിയ രണ്ടും അറിയണം. അപ്പൊ ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്, എ ക്യൂബ് ആണ്. സർഫേസ് ഏരിയ എന്ന് പറയുന്നത് 6a² ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യു മസ്റ്റ് ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ. എത്ര നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് വെരി സിമ്പിൾ. ഇവിടെ a ആണ് എ ക്യൂബ്. ഇവിടെ 6 ആണെന്ന് 6a². ഇവിടെ രേഖ വെട്ടി കഴിഞ്ഞാൽ ഇവിടെ രേഖ വെട്ടാം, ഇവിടെ രേഖ വെട്ടിയാൽ ഇവിടെ രേഖ വെട്ടാം. അവസാനം എന്ത് മാത്രമുണ്ട്, a = 6 നിൽക്കും. അപ്പൊ ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, a = 6 എന്നാണ്. ഓക്കെ ആണോ? ഇതും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആ നോട്ട്സിന്റെ ഭാഗത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത കാര്യം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. കാരണം നിങ്ങൾക്ക് വീഡിയോ കൂടുന്തോറും വീഡിയോ ലെങ്ത് കൂടുമ്പോൾ കാണാനൊരു മുഷിപ്പ് വരും. ഓക്കെ.